ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മളൊരു വ്ളോഗ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഐക്യൂൻ്റെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട് ഡൽഹിയിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലെത്തി നമ്മുടെ ബോർഡിംഗ് പാസ് ഒക്കെ കളക്ട് ചെയ്തു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല. ഗേറ്റ് 3 ആണ് നമ്മുടേത്. എയർ ഇന്ത്യ AI876 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ആണ് നമ്മുടേത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഗേറ്റ് ഓപ്പൺ ആയി. അപ്പോൾ ഞാൻ നേരെ അകത്തേക്ക് കയറി. നേരെ നമ്മൾ പോകുന്ന വഴിക്ക് വീഡിയോ ഒക്കെ എടുത്ത് ബ്ലോഗിൽ ഇടാമെന്ന് കരുതി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ്, നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ്. അപ്പോൾ കൊള്ളാം, ഫ്ലൈറ്റ് കാണാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ടടേ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറി നമ്മുടെ സീറ്റ് കണ്ടെത്തി. നമ്മൾ സീറ്റിൽ വന്നിരുന്നു. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയർ. ഇവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞ ഗൈസ്, എയർ ഇന്ത്യയെ പറ്റി പൊതുവേ ഒരു മോശം അഭിപ്രായമാണ് നമ്മുടെ നാട്ടിൽ മൊത്തത്തിലുള്ളത്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ കയറുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത്ര മോശമൊന്നും അല്ല. സംഭവം അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിരുന്നു. ഞാൻ ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുള്ള 2 ഫ്ലൈറ്റ് എമിറേറ്റ്സും ഗൾഫ് എയറും ആയിരുന്നു. അതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആണെങ്കിലും. അപ്പോൾ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ റൺവേയിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് അവരിപ്പോൾ അതൊക്കെ ഉരുട്ടിക്കൊണ്ടുവന്ന് ഇട്ടു. അപ്പോൾ എന്തായാലും നിങ്ങൾ ടേക്ക് ഓഫ് ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ നമ്മൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നുള്ള പരിപാടിയാണ്. ഡൽഹി എയർപോർട്ടിൽ ഇപ്പോൾ ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ഹോട്ടലിലേക്ക് പോകണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഹോട്ടൽ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. കാണുന്നതാണ്. നമുക്കെന്തായാലും ഐക്യൂക്കാർ തന്നിരിക്കുന്ന റൂമൊക്കെ കിടിലമാണ് കേട്ടോ. അടിപൊളി ഒരു റൂമൊക്കെയാണ്. ഇവിടെ 2 പേർക്കുള്ള ബെഡുണ്ട്. അതിൽ ഒരു പയ്യനും കൂടെ വരാറുണ്ട്. ഇതുപോലത്തെ വേറെ എവിടെ നിന്ന് വരുന്ന ഒരു ക്രിയേറ്റർ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ആരാണ് എന്താണെന്നും അറിയില്ല. വരുമ്പോൾ നമുക്ക് നോക്കാം ആരാണെന്ന്. ഗൈസ്, അപ്പോൾ ഐക്യൂ പ്രീവേ നൈറ്റ് സ്റ്റാർട്ട് ആവാനായിട്ട് ഇനി ഏകദേശം അരമണിക്കൂറോടാണുള്ളത്. ഇപ്പോൾ സമയം 4:30-5 മണിക്കാണ് അവരുടെ വെന്യൂവിൽ എത്താൻ പറഞ്ഞിരിക്കുന്നത്. ഐക്യൂ അരീനയിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് ഐക്യൂ അരീന. നമ്മുടെ ഡൽഹിയിൽ സെലക്ട് സിറ്റി വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടാണ് അവരിത് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസത്തെ ഇവൻ്റാണിത്. അതിൽ ആദ്യത്തെ ഒരു ദിവസം ക്രിയേറ്റേഴ്സിനും അല്ലെങ്കിൽ ഗെയിമേഴ്സിനും മാത്രമേ ഇവിടെ എൻട്രി ഉള്ളൂ. എന്നുവെച്ചാൽ ഓൾറെഡി ഇവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുള്ളവർക്ക്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ എൻട്രിയിൽ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. അവർ നമ്മുടെ അടുത്ത് പേരും ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കും. അതിനുശേഷം ഈ ഒരു ബാൻഡ് നമുക്ക് തരും. നമ്മുടെ പേര് അവിടെ ഉണ്ടെങ്കിൽ ആ ബാൻഡ് ഇട്ടുകൊണ്ട് മാത്രമേ നമുക്ക് അകത്ത് കയറാനൊക്കത്തുള്ളൂ. അകത്ത് കയറിയതിന് ശേഷം ഉള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. മെയിനായിട്ട് ഈ ഇവൻറ്റിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഐക്യൂ നിയോ 10R എന്ന് പറയുന്ന ഫോണിൻ്റെ ലോഞ്ചായിരുന്നു. അപ്പോൾ അതായത് ലോഞ്ച് മാർച്ച് 11-ാം തീയതിയാണ്. അത് നമുക്ക് ഇപ്പോഴേ പോയിട്ട് ആ ഒരു ഫോൺ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാനും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റും. ഐക്യൂ നിയോ 10Rൻ്റെ സ്പെക്ക് എന്ന് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8S Gen 3 പ്രോസസ്സറാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡിവൈസാണ് ഇത്. പിന്നെ ഇതിനകത്ത് 144 ഹെർട്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. BGMI പോലത്തെ ഗെയിംസ് കളിക്കുമ്പോൾ 90 FPS സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് 6400 mAhൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പിന്നെ അവിടെ ഈ കാണുന്ന പോലത്തെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. RC കാറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിലും പോയി എടുത്ത് അവർ അതിൻ്റെ റിമോട്ട് എടുത്ത് വേണമെങ്കിൽ ഇത് കളിച്ചു നോക്കാം.
പിന്നെ ഇവിടെ നമുക്ക് എത്ര വേണേലും ഫുഡ് കിട്ടും കേട്ടോ. ഫ്രീ ഫുഡാണ്. ഇഷ്ടം പോലെ ഫുഡും ഡ്രിങ്ക്സും കാര്യങ്ങൾ എന്ത് വേണേലും കിട്ടും. എല്ലാവരും സെറ്റ് ചെയ്യുന്നുണ്ട് സൈഡിൽ. പിന്നെ എനിക്ക് ഡയറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ലൈറ്റായിട്ട് ചെറിയ സാധനങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഈ ഇവന്റ് എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മുടെ ഷസാമിനെ കണ്ടത്. പുള്ളിയുടെ അടുത്ത് ഞാൻ പോയി. അടിപൊളി മനുഷ്യൻ. പുള്ളിയുടെ അടുത്ത് പോയി സംസാരിച്ചു. പുള്ളി എൻ്റെ അടുത്ത് iQOO 13-ലാണോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് പുള്ളി ചോദിച്ചത്. ഞാൻ ഈ ഒരു വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്ന iQOO 13-ലും കുറച്ച് ഐഫോണിലും രണ്ടിലും കൂടെ മാറി തിരിഞ്ഞുമാണ്. അപ്പോൾ പുള്ളി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ഞങ്ങളൊരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അവിടെ വെച്ചിട്ട് തന്നെ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ മാനേജർ വന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് എനിക്ക് ഒരു പുതിയ iQOO Neo 10R കൊണ്ടുവന്നു. അൺബോക്സ് ചെയ്തോ, ഇത് വെച്ചോ എന്നും പറഞ്ഞിട്ട് കൊണ്ടു തന്നു. അപ്പോൾ ഞാൻ എന്തായാലും എടുത്ത് മറ്റേ ബ്ലൂ കളർ ആയിരിക്കണേ എന്നും പറഞ്ഞുകൊണ്ടാണ് അൺബോക്സ് ചെയ്തത്. പക്ഷേ ബ്ലൂ കളർ അല്ല എനിക്ക് കിട്ടിയത്. മറ്റേ മൂൺ നൈറ്റ് ടൈറ്റാനിയം എന്ന് പറഞ്ഞ സിൽവർ കളർ, ആ ഡിവൈസാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാനതിനകത്ത് അവിടെ ടെസ്റ്റിൽ വെച്ചിരുന്നൊരു ഫോൺ എടുത്തിട്ട് അതിനകത്ത് BGMI കളിച്ച് നോക്കി. സംഭവം അടിപൊളിയാണ് കേട്ടോ. BGMI 90 FPS വളരെ സ്റ്റേബിളായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഇരുന്നിടത്ത് ഫാനോ AC അങ്ങനെയുള്ള ഒന്നുമില്ല. എന്നാലും ആ ഒരു ഡിവൈസ് ഹീറ്റാവുന്ന കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു ഡിവൈസാണ് കേട്ടോ iQOO Neo 10R. ഗൈസ്, അപ്പോൾ നമ്മുടെ iQOO അരേനയിലെല്ലാം പോയി എല്ലാ ഇവന്റും പരിപാടികളും എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഈ റൂമിൽ ഒരു പയ്യനും കൂടെ കാണും എന്നാണ് പറഞ്ഞത്. ഇവിടെ ഓൾറെഡി 2 ബെഡുണ്ട്. എന്തായാലും അവൻ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഇവന്റും കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൻ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഇന്നൊരു ദിവസം ഈ ഒരു റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഇന്നത്തെ ദിവസം ഞാനാണ് ഈ റൂമിൻ്റെ രാജാവ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാനിപ്പോൾ താഴെ പോയി റിസപ്ഷനിൽ അന്വേഷിച്ചു ഇവിടെ എന്തെങ്കിലും ജിം ഫെസിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പം കറക്റ്റായിട്ട് എൻ്റെ ഫ്ലോറിൽ തന്നെ ലാസ്റ്റ് അങ്ങേയറ്റം, ഞാനിപ്പോൾ 7th ഫ്ലോറിലാണ് ഉള്ളത്. ഈ 7th ഫ്ലോറിൻ്റെ അങ്ങേയറ്റത്ത് ചെറിയൊരു ജിം സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ പോയി നോക്കിയില്ല എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന്. അവിടെ പോയി ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിന്ന് ലെഗിന് വർക്കൗട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ ടൈം ആയിട്ടുണ്ട്. നമ്മുടെ കാർഡ് എടുക്കുന്നു. കാർഡ് എടുത്തില്ലെങ്കിൽ ഞാൻ തിരിച്ച് വരുമ്പോൾ ഈ റൂമിനൊന്നും കാണത്തില്ല. ചിലപ്പം പറയാൻ ഒക്കത്തില്ലേ. റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്യണ്ട്. ലോക്കായോ? ആ, ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഓക്കെ, നേരെ പോകുന്നു ജിമ്മിലേക്ക്. ഇതൊരു ഫിറ്റ്നസ് സെൻറ്റർ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഫിറ്റ്നസ് സെൻറ്റർ, സ്വിമ്മിംഗ് പൂൾ ഇവിടെ ലെഫ്റ്റിലോട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജിമ്മ്. ജിമ്മെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഒന്നുമില്ല. ഇവിടെ ഒരു വെയിങ് മെഷീൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇവിടെ കുറച്ച് മെഷീൻസൊക്കെ ഉണ്ട് കേട്ടോ. മെഷീൻസ് മാത്രമല്ല, വേണ്ടേ ഇവിടെ കുറച്ച് ഡംബൽസ് ഇരിപ്പുണ്ട്. കൊള്ളാം, പരിപാടി കൊള്ളാം. ഓ നൈസ്, അടിപൊളിയുടെ. ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ എൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് കാണുമ്പോൾ എന്തൊക്കെയോ ടെറസൊക്കെയാണ്. ഇത് ഈ താഴെ കാണുന്ന കണ്ടോ, ഇവിടെ ആയിരുന്നു iQOOൻ്റെ പരിപാടി നടന്നുകൊണ്ടിരുന്നത്. എല്ലാം അടച്ച് കൂട്ടിയാലും പോയി, ആരുമില്ല. ഇവിടെ ക്ലീനിങ് പരിപാടികളൊക്കെ നടക്കുന്നത്. ഇനി അതുകൂടെ ഉള്ളൂ. ഇവിടെയാണ് പരിപാടി നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ iQOO അരീന. അത് ആ കാണുന്നതാണ് iQOO അരീന. Okay, open the door. Okay, lock the door. Okay, ഒരു വെള്ളം കിട്ടി. അവിടെ നിന്നൊരു വെള്ളം എടുത്തുകൊണ്ട് വരുന്നു. ഇവിടെ ഇരിപ്പുണ്ട് വെള്ളം. എന്നാലും നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കുടിക്കണമല്ലോ. മാക്സിമം വെള്ളം എടുത്ത് വന്നാൽ അവിടെ നമ്മളെ ഫുഡ് കണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഫുഡ് വന്നിരിപ്പുണ്ട്. ഫുഡ് ഞാൻ ജിം സ്പെഷ്യൽ 200 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഓർഡർ ചെയ്ത്. ഇനി ഈ സാധനം പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം ജിം സ്പെഷ്യലാണോ ഇനി വേറെ വല്ലതും ആണോ, തില്ലി സ്പെഷ്യലാണോ എന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമുക്കിന്ന് രാത്രി കഴിക്കാനുള്ള ഫുഡ്.
അപ്പോൾ എന്തായാലും സൊമാറ്റോ എടുത്തിട്ട് അതിനകത്ത് കയറിയിട്ട് ജിം ഡയറ്റ് ഫുഡ് എന്നൊക്കെ അടിച്ച് കയറിയപ്പോഴത്തേക്ക് കയറി വന്ന സാധനം അത് എന്തായാലും കൊള്ളാം. ഇതും ഇതിൻ്റെ കൂടെ ഒരു ടൈപ്പ് ഗ്രീൻ ചട്നി കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സാലഡും കൊടുത്തിട്ടുണ്ട്. കണ്ട ഇതുപോയി ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് സ്വെൽറ്റ് എന്നാണ് കേട്ടോ, സ്വെൽറ്റ്. വേണ്ട അതിൻ്റെ ഗ്ലാസ്സിലൊക്കെ എഴുതിയിട്ടുണ്ട് സ്വെൽറ്റ്. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം അടിപൊളിയായിരുന്നു. നാളെ ഇനി കറക്റ്റ് സമയം 1:20 എന്തോ ആണ് എൻ്റെ ബോർഡിങ് ടൈം നാട്ടിലേക്കുള്ള. അപ്പോൾ നാളെ തിരിച്ച് പോവും. ഒരു ദിവസത്തെ ചെറിയൊരു പരിപാടിയായിരുന്നെങ്കിലും സംഭവം കൊള്ളായിരുന്നു ഗൈസ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പരിപാടി തുടങ്ങിയപ്പം ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതുവരെ നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഇങ്ങനൊരു പുറത്തേക്ക് വരാനും ഒരു ഫോണിൻ്റെ പ്രൊമോഷൻ ഐക്യൂൻ്റെ 1-2 വട്ടം ഞാൻ ഇപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തെങ്കിലും ഇതുപോലൊരു ഫോണിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കേരളം വിട്ട് പുറത്തു വന്ന് അതിൻ്റെ മറ്റുള്ള ഗെയിമേഴ്സിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കണ്ട് പരിചയപ്പെടാനും മൊത്തത്തിലൊരു ചെറിയൊരു ചടപ്പുണ്ടായിരുന്നു ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ചെയ്യാനും ഒക്കെ. പക്ഷേ ഇന്നത്തെ ആ ഒരു പരിപാടി കഴിഞ്ഞതോടെ എൻ്റെ ആ ഒരു ചടപ്പ് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്നേരം മനസ്സിൽ തീരുമാനിച്ചാണ് ഇതൊരു വ്ളോഗാക്കണം, ഇത് ബാക്കിയുള്ളത് സംസാരിച്ച് ഇതുപോലൊരു വ്ളോഗ് ചെയ്യണം എന്നുള്ള കാര്യം. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല, ഇതിനകത്ത് ഇകച്ചിലുള്ള ഭാഗം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വെറുതെ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നുണ്ടെങ്കിൽ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു ഐക്യൂൻ്റെ ഒരു ഇവൻ്റായിട്ട് നമ്മൾ ഡൽഹി വരെ വന്നു. ഞാനിവിടെ കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനി എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര പോകുന്നതോ സംഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലൊരു വ്ളോഗ് ചെയ്തിടാനായിട്ട് ചെറിയൊരു ആഗ്രഹം മനസ്സിനെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിച്ചാൽ മതി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്, ബൈ.